സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ കൺമണിയുടെ ഡിസൈൻ കൈക്കലാക്കാനും അവളെ അപകടത്തിൽപ്പെടുത്താനും ശത്രുക്കൾ കെണിയൊരുക്കാണ്. ശത്രുക്കൾ പിന്നിലുണ്ടാകും. താൻ സൂക്ഷിക്കണം എന്നുള്ള ചിന്തയൊന്നും ശ്രീനിയുടെ അസുഖവും അതിൻ്റെ ടെൻഷനും കാരണം പാവം കൺമണി ഓർക്കുന്നില്ല. തൻ്റെ കൈകൊണ്ട് താൻ എത്ര കഷ്ടപ്പെട്ടാലും അലിക ഉന്നതിയിൽ എത്തണമെന്ന് മാത്രമേ കൺമണി ചിന്തിക്കുന്നുള്ളൂ. തൻ്റെ ഡിസൈൻ അംഗീകരിച്ചാൽ അത് സാഗർ സാറിനും ആ കുടുംബത്തിനും താൻ നൽകുന്ന ഏറ്റവും വലിയ പ്രസൻ്റ് ആയിരിക്കും അതെന്നും കൺമണി ചിന്തിക്കുന്നുണ്ട്. വരുണാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് തൻ്റെ പിന്നാലെ ഇനിയും നടക്കുന്നുണ്ടെന്ന് കൺമണി സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. തന്നെയും തൻ്റെ കുടുംബത്തെയും എപ്പോഴും രക്ഷിക്കുകയും ഇപ്പോൾ അത് അവരുടെ മകനായി തന്നെ ഒരു മടിയും കൂടാതെ ഈ ഒരു ഗതിയില്ലാത്ത ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകുന്ന അവരുടെ മഹാമനസ്കതയ്ക്ക് മുന്നിൽ തനിക്ക് ഇതെങ്കിലും ചെയ്തു കൊടുക്കാൻ കിട്ടുന്ന അവസരം അതെത്ര ഭാഗ്യമാണെന്നാണ് കൺമണി കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൺമണി ആ ഡിസൈൻ ചെയ്ത് പൂർത്തിയാക്കുന്നുണ്ട്. കൺമണിയെ നോക്കുകയാണെങ്കിൽ മാനസ എത്ര വഞ്ചികയാണെന്നൊരു കാര്യം അവൾ കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ബലരാമൻ്റെ പിന്നാലെയാണല്ലോ മാനസ. പറഞ്ഞ് മാനസയെ ബലരാമനും കുറിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുകയാണെന്ന് തോന്നുന്നു. ചെറിയൊരു ഇഷ്ടമൊക്കെ മാനസയോട് ബലരാമന് തോന്നി തുടങ്ങുന്നുണ്ട്. കൺമണിയാണെങ്കിൽ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിരുന്നാണ് ഡിസൈൻ പൂർത്തിയാക്കിയത്. ആ ഡിസൈൻ കമ്പനി അംഗീകരിക്കുകയും പ്രോജക്റ്റ് അലികയ്ക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ള ഉറപ്പാണ്. വരുണിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഡിസൈൻ തട്ടിയെടുത്തേ മതിയാകൂ. ഒന്നാമത് കൺമണിയെ അടിമുടി തകർക്കാനും കൂടാതെ മാനസയുടെ മുന്നിൽ തൻ്റെ ഇമേജ് രക്ഷിക്കാനും വരുണിനെ വീണ്ടും മുട്ടൻ പണി കിട്ടാനുള്ള അവസരം അയാൾ ഇരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൺമണിക്ക് അപകടം പറ്റി എന്നറിഞ്ഞാൽ കൃഷ്ണനെ വെറുതെ ഇരിക്കാനാവില്ലല്ലോ. അയാൾ കൺമണിയെ തേടി ഇറങ്ങുകയും വരുണിനിട്ട് നല്ല പണി കൊടുക്കുകയും ചെയ്യും. കൃഷ്ണനൊപ്പം ബലരാമനും ഉണ്ടാകാതിരിക്കില്ല. അപ്പോൾ വരുണിൻ്റെ കാര്യം നല്ല കുശാലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് അറിയാത്തത്. മാനസയെ കൂടി ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാനസയെ ബലരാമൻ തിരിഞ്ഞു നോക്കുകകൂടിയില്ല. അങ്ങനെ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്ന് ഡിസൈൻ പൂർത്തിയാക്കിയ കൺമണി രാവിലെ വൈകിയാണ് കേട്ടോ ഉണർന്നത്. രാവിലെ വാതിലിൽ ആരോ തട്ടുന്നത് കേട്ട് അവൾ ഉണരുകയാണ്. വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഗോകുലും അമ്മായിമാരും. കൺമണിയെ രക്ഷിക്കാൻ ദൈവങ്ങൾ പോലും വരില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ ഇത്തവണ മാനസയ്ക്ക്. അത്രയ്ക്കും അത് മറ്റാർക്കും തടയാൻ കഴിയുന്നില്ല എന്നുള്ള വിശ്വാസമാണ് മാനസയ്ക്ക്. അതവൾ ആരോട് ഫോണിൽ വിളിച്ച് പറയുകയുണ്ട് ദേഷ്യത്തോടെ. തൻ്റെ വിഘ്നേശ്വരൻ തന്നെ രക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ട് കേട്ടോ നമ്മുടെ കൺമണിക്ക്. തലേ ദിവസത്തെ രാത്രി തന്നെ വരുൺ അച്ഛനോട് നാളെയാണ് അവൾക്ക് ഡിസൈൻ സമർപ്പിക്കേണ്ടതെന്നും നാളത്തെ പകൽ എനിക്കുള്ളതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ കൺമണി വിഘ്നേശ്വരത്തിൻ്റെ അമ്പലത്തിൽ പോവുകയാണ്. അവൾ അമ്പലത്തിൽ വരുന്നതും മറ്റും വരുൺ ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. അമ്പലത്തിൽ നിന്നും പോകുന്ന വഴി എങ്ങനെയോ കൺമണിയെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു വലിയ വടിയെടുത്ത് അടിച്ച് ആ ഡിസൈൻ തട്ടിയെടുക്കുകയാണ് കേട്ടോ വരുൺ ചെയ്യുന്നത്. ദേവിജിയുടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ എത്തിയ കൃഷ് കൺമണിയെ കുറേ നേരമായിട്ടും കാണാത്തതുകൊണ്ട് തന്നെ പരിഭ്രമിക്കുന്നുണ്ട്. അവൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് അവൾ ഇവിടെ എത്തേണ്ടതല്ലേ എന്നും മറ്റും കൃഷ് പറയുന്നുണ്ട് കേട്ടോ ദേവിജിയോട്.